കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിന്റെ വികസനത്തിന് 30 കോടി രൂപയുടെ പദ്ധതി തയ്യാറാകുന്നു. വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർദ്ദേശം നൽകി. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടുള്ള പദ്ധതിയാണ് കൊട്ടാരക്കര ക്ഷേത്രത്തിൽ നടപ്പാക്കുക. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കായി പിൽഗ്രിം ഹൌസും അമ്യൂണിറ്റി സെന്ററും നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ 5 കോടി വകയിരുത്തിയിരുന്നു. ഇതിനു പുറമെ ദേവസ്വം ബോർഡിന്റെ 25 കോടിയുടെ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും പദ്ധതി തയ്യാറാക്കുക. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ദേവസ്വം തീരുമാനിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. വളരെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. അത് പുതുക്കി പണിഞ്ഞ് കഴിയേണ്ട ചില മേഖലയുണ്ട്. വരുന്ന ആൾക്ക് അത്യാവശ്യം ബേസിക് ഫെസിലിറ്റീസ് കുറച്ച് കൊടുത്തേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരം സൗകര്യങ്ങളൊക്കെ ഒരു ക്ഷേത്രം, ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ വരുമ്പം 10,000-കണക്കിന് ആളുകൾ വരുന്ന സ്ഥലത്ത് ആ സൗകര്യമൊക്കെ വേണമെന്നുള്ളത് ഏറ്റവും മിനിമമായ കാര്യങ്ങളല്ലേ. അപ്പോൾ അത് അടിയന്തരമായിട്ട് നമുക്ക് ചെയ്യണം. അതിനെന്താണെന്നുള്ളത് ആലോചിക്കണം. കൊല്ലം ചെങ്കോട്ട റോഡിൽ ചന്തമുക്കിൽ ക്ഷേത്രത്തിന് 400 മീറ്റർ മുൻപിലായി ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള 93 സെന്റ് സ്ഥലത്താണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുക. ആദ്യഘട്ടമായി അടിയന്തരമായി പാർക്കിംഗ് സംവിധാനം ഒരുക്കുന്നതിന് നടപടിയുണ്ടാകും. ഇവിടെ 4 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിനു താഴത്തെ നിലയിൽ പാർക്കിംഗ്, മുകൾ നിലയിലായി കല്യാണ മണ്ഡപം, ഊട്ടുപുര, തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള മുറികൾ, ഫെസിലിറ്റേഷൻ സെന്റർ, റെസ്റ്റോറന്റ്, ശുചിമുറികൾ തുടങ്ങിയവ നിർമ്മിക്കും. ക്ഷേത്രക്കുളത്തിന്റെ നവീകരണം ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെ ഒരുക്കി കൂടുതൽ മനോഹരമാക്കും. ശ്രീകോവിൽ നവീകരണം പൂർത്തിയായി. വലിയമ്പലം, തിട്ടമ്പലം പ്രദർശനം വഴി ഉപദൈവ പ്രതിഷ്ഠകൾ ഉൾപ്പെട്ടവയുടെ നവീകരണം, ഓഡിറ്റോറിയം, സ്റ്റേജ്, കമ്പ്യൂട്ടർവൽക്കരണത്തിന്റെ ഭാഗമായുള്ള കൗണ്ടറുകൾ, ഓയിൽ മിൽ തുടങ്ങിയവയെല്ലാം ഒരുക്കുന്ന വിധത്തിലുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നതെന്നും കോടതിയുടെ അനുമതിയോടെ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൈരളി ന്യൂസിനോട് പറഞ്ഞു. കൈരളി ന്യൂസ്, കൊല്ലം.